ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് എത്ര വലിയ ദുരിതങ്ങളും ഇല്ലാതാക്കുന്ന, എത്ര കൊടിയ ശത്രുദോഷങ്ങളെയും ഭസ്മമാക്കുന്ന ഭഗവാൻ മഹാദേവന്റെ ഏറ്റവും ഏറ്റവും ശക്തിയുള്ള അതീവ രഹസ്യമായ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ മന്ത്രം ആര് ജപിക്കുന്നു അവർ മഹാദേവന് ഏറ്റവും 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 പ്രിയപ്പെട്ടവരായിരിക്കും. ഭഗവാൻ ആ വ്യക്തിക്ക് എന്തും സാധിച്ചു കൊടുക്കും. മാത്രമല്ല, ആ വ്യക്തിയുടെ എല്ലാ പ്രശ്നങ്ങളെയും അതിൻ്റെ വേരിൽ എന്നുവെച്ചാൽ അതിൻ്റെ ആ പ്രശ്നങ്ങളുടെ ഉറവിടത്തിൽ പോയി ഭഗവാൻ ഇല്ലാതാക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പം ക്ഷേത്രത്തിൽ പോകുന്നു, കുറച്ച് മാറ്റങ്ങൾ വരുന്നു, വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ അതിന് ഒരു അടിസ്ഥാനമായ ഒരു കാരണം കാണും. അതിൻ്റെ വേരിലോട്ട് ആ കാരണത്തിൻ്റെ അടിയിൽ ആ കാരണത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അത് മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെ മഹാദേവൻ നമുക്കിപ്പോൾ എന്ത് പ്രശ്നമാണേലും ആ പ്രശ്നങ്ങളുടെ മൂല കാരണത്തിലേക്ക് ഭഗവാൻ ചെന്ന് നമ്മളെ അതിൽ നിന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരുമെന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു മന്ത്രമാണ് ഇത്. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽ പെട്ടാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ദിവ്യമായ കാര്യമാണ്. മഹാദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രമാണ്, ഏറ്റവും ശക്തിയുള്ള മന്ത്രമാണ്. എത്ര ശത്രുദോഷങ്ങളും ഈ മന്ത്രത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കത്തില്ല. അതുപോലെ എത്ര ദുരിതങ്ങളെയും ഭഗവാൻ ഇല്ലാതാക്കും. വലിയ സമ്പത്തും ഐശ്വര്യവും സംരക്ഷണവും എന്ന് വേണ്ട ഈ മന്ത്രം ജപിക്കുന്നവന് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. നിങ്ങൾ എത്ര വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാലും നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അറിയുന്ന ഏറ്റവും വിലപ്പെട്ട ഈശ്വരീയമായ ഒരു രഹസ്യമായ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ മന്ത്രം നിങ്ങളുടെ ആ ഏറ്റവും പുണ്യമായ കാര്യമാണ് നിങ്ങൾ അറിയാൻ പോകുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് മുഴുവൻ മനസ്സിലാക്കാൻ ശ്രമിക്കണം, ക്ഷമയോടുകൂടി കേൾക്കണം. ഞാൻ പറയുന്ന എന്നെ നിങ്ങളങ്ങ് മറന്നേക്കുക, കേൾക്കുന്ന നിങ്ങളെയും മറന്നേക്കുക. ഞാനീ പറയുന്ന കാര്യം മനസ്സിൽ കാണുക. ദിവ്യമായ ഒരു അനുഭൂതിയായിരിക്കും വീഡിയോ കഴിയുന്നിടം വരെ നിങ്ങൾക്കുണ്ടാകുന്നത്. മാത്രമല്ല, മഹാദേവൻ നിങ്ങളുടെ ഉള്ളിൽ തൊട്ട് അനുഗ്രഹിക്കും. നിങ്ങളെ മഹാദേവൻ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. ഇതിനെക്കുറിച്ച് പറയാൻ എനിക്കിനി ഇതിൽ കൂടുതൽ വാക്കുകളില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞു തരുന്ന ഏറ്റവും ദിവ്യമായ അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത്. അതിൽ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ദിവ്യമായ അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവാണ് ഇപ്പം പറയാൻ പോകുന്നത്. ആ ദിവ്യമായ മന്ത്രം അത് കാണുന്നവർ ഭാഗ്യവാന്മാർ. ആര് കണ്ടാലും ഭാഗ്യവാന്മാർ, ഭഗവാന്റെ അനുഗ്രഹമുള്ളവർ. വേറൊന്നും എനിക്ക് പറയാനില്ല, മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്, മനസ്സിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ്. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, വീഡിയോ പറയുന്ന ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന നല്ല കാര്യം. അത് ഒരു തവണ ചെയ്തുകൊണ്ട് ഫലം ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും, അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കേണ്ടി വരും. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അത് ആവശ്യമുള്ളവർ ഞാൻ ചെയ്യുന്ന രീതി പറയും, കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്ന് നോക്കാൻ സാധിക്കത്തില്ല. വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും, കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ ചുരുക്കി ചെറിയൊരു വോയിസായിട്ട് എൻ്റെ വാട്സപ്പിൽ ഇട്ടാൽ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ എനിക്കറിയാവുന്ന നല്ല കാര്യം പറഞ്ഞു തരും. ആത്മാർത്ഥമായിട്ടേ പറയത്തുള്ളൂ, അതിന് ഫീസൊന്നുമില്ല. വിശകലനം ചെയ്യുന്നതിന് മാത്രമേ ഒരു നിശ്ചിത ഫീസുള്ളൂ. അത് ആവശ്യമുള്ളത് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് സാഹചര്യം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഭഗവാനെ കുറിച്ചുള്ള ആ ദിവ്യമായ അറിവ്, ആ മന്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. വിശദമായിട്ട് എല്ലാം പറഞ്ഞുതരാം. ഈ വീഡിയോ തുടങ്ങുന്നതും അവസാനിക്കുന്നതൊന്നും ഞാനൊരു അനുഭൂതിയിലാണ് പറഞ്ഞു തരുന്നത്. സമയം പോകുന്നതൊന്നും ഞാൻ അറിയുന്നില്ല. അതുപോലെ മനസ്സൊരു പ്രത്യേക അനുഭൂതിയിലാണ്. ഒരു മനസ്സുകൊണ്ട് ഒരു ധ്യാനം ചെയ്ത അവസ്ഥയിൽ, ധ്യാനം ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മനസ്സുകൊണ്ട് ധ്യാനത്തിൽ ഇരുന്ന അവസ്ഥയിൽ നിന്നാണ് ഞാൻ ഈ രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ആ ധ്യാനത്തിൻ്റെ ഒരു അവസ്ഥയിൽ തന്നെ ഇപ്പോഴും. അങ്ങനെയാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ ഈ പറയുന്ന എന്നെ മറക്കുക.
നിങ്ങളെ മറക്കുക, ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കുക. ദിവ്യമായ ഒരു അനുഭൂതി ആയിരിക്കും ഈ വീഡിയോ കഴിയുന്നിടം വരെ നിങ്ങളിൽ ഉണ്ടാകും. മന്ത്രം തുടർന്ന് ജപിക്കുന്നവർക്കെല്ലാം മഹാദേവൻ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. ആദ്യം ആ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞുതരാം. ഈ മന്ത്രം ഞാൻ പറയുന്നതോടൊപ്പം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി കൂടി ഇടാം. എന്നിട്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ജപിക്കാവുള്ളൂ. മന്ത്രം ഇതാണ്: ഓം നമോ ഭഗവതേ രുദ്രായ സർവജന വശ്യകരായ കുരു കുരു സ്വാഹ. ഇത് വീഡിയോയുടെ താഴെ ഞാൻ എഴുതിയിടാം. ഇത് കേട്ടിട്ട് ഇത് നിങ്ങൾ നോക്കിയിട്ട് ജപിക്കാവുള്ളൂ. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയത് നോക്കിയിട്ട് നിങ്ങൾ ജപിക്കാവുള്ളൂ. ഈ മന്ത്രത്തെക്കുറിച്ച് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. മുഴുവൻ കേൾക്കണം കേട്ടോ. ഈ മന്ത്രം മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഏറ്റവും ശക്തിയുള്ള മന്ത്രമാണ്. അതുപോലെ നമ്മളുടെ ഏത് ശത്രുദോഷങ്ങളെയും ഭഗവാൻ ഇല്ലാതാക്കും, നമ്മുടെ തടസ്സങ്ങളെ മാറ്റും. ശത്രുദോഷം എന്ന് ഉദ്ദേശിക്കുന്ന സമയദോഷം ഭഗവാൻ ഇല്ലാതാക്കും. നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും ആ പ്രശ്നത്തിൻ്റെ മൂല കാരണത്തിൽ പോയി അതിനെ ഭഗവാൻ ഇല്ലാതാക്കും. ചിലപ്പോൾ നമുക്കിപ്പം ഈ കുടുംബദേവതയുടെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ കുടുംബദേവതയുടെ ക്ഷേത്രത്തിൽ പോകാതെ എവിടെയെല്ലാം പോയാലും വേണ്ട രീതിയിൽ ഉയർച്ച ഉണ്ടാകത്തില്ല. ഈ മന്ത്രം ജപിക്കുന്നവനെ മഹാദേവൻ ആ കുടുംബദേവതയുടെ അടുത്ത് എത്തിക്കും. അതുപോലെ നമുക്ക് പിതൃദോഷം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം എന്ത് ചെയ്താലും ഒരു വലിയ മാറ്റം ഉണ്ടാകത്തില്ല. മഹാദേവൻ പിതൃദോഷം മാറാനുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനുള്ള അവസരം തരും. അതുപോലെ ഏത് ദോഷങ്ങളുടെയും മൂലകാരണത്തിൽ പോയി അതിൻ്റെ ദോഷങ്ങളെ ഇല്ലാതാക്കും ഭഗവാൻ. നമ്മുടെ കർമ്മദോഷങ്ങളെ ഇല്ലാതാക്കാനും ഒരു ചെടിയുടെ വേരിൽ പോയി അതിൻ്റെ പ്രശ്നത്തെ ഇല്ലാതാക്കുന്ന പോലെ നിങ്ങളുടെ ഈ അവസ്ഥയുടെ മൂലകാരണത്തിൽ പോയി അതിനെ പരിഹരിക്കുമെന്നുള്ളതാണ്. ഈ മന്ത്രം ജപിക്കുന്നവൻ മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്തും കൊടുക്കും. വലിയ സമ്പത്ത്, ഐശ്വര്യം, പദവി, ആഗ്രഹിക്കുന്ന എന്തും ഭഗവാൻ കൊടുക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ മന്ത്രം ജപിക്കുന്നതോടൊപ്പം നിങ്ങൾ ഭഗവാനെ ശനിയാഴ്ച, മാസത്തിൽ ഒരു ശനിയാഴ്ച കൂവളത്തിലർച്ചന, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, പിൻവിളക്ക്, കൂവളത്തിലെ അർച്ചനയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും പിൻവിളക്കും ഭഗവാന് സമർപ്പിക്കണം. പാൽപ്പായസവും കൂടെ മാസത്തിൽ ഒരു ശനിയാഴ്ച. പിന്നെ നിങ്ങളുടെ പക്കനാളിലും ചെയ്യണം. ഭഗവാന് ഈ മന്ത്രം ജപിച്ച് സമർപ്പിക്കണം. നിങ്ങൾക്കെല്ലാം ഭഗവാൻ തരും. കൂവളത്തിലെ അർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പിന്നെ മൃത്യുഞ്ജയ അർച്ചനയും കൂടെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഒരു പിൻവിളക്ക്, പാർവ്വദേവിക്ക് വേണ്ടി പിൻവിളക്ക് രസം എടുത്ത് വെച്ചാൽ മതി. പാൽപ്പായസം ഇത്രയും ഭഗവാന് സമർപ്പിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. അല്ല ഇപ്പം എല്ലാ മാസം ചെയ്യാൻ പറ്റില്ലെങ്കിലും പറ്റുമ്പം ചെയ്യുക. ചെയ്യുമ്പോൾ മനസ്സോടുകൂടി ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്യണം. നിങ്ങളുടെ പക്കനാളിന് അത് എന്തായാലും ചെയ്യണം കേട്ടോ. വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഇനി ഈ മന്ത്രം നിങ്ങൾ നിത്യേന രാവിലെ ശിവപാർവതിമാരുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഈ മന്ത്രം ജപിക്കാം. ഓം നമോ ഭഗവതേ രുദ്രായ സർവജന വശ്യകരായ കുരു കുരു സ്വാഹ. വാ കൊണ്ട് ജപിക്കണം. ഒരു തവണയോ 3 തവണയോ ജപിക്കാം. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് മനസ്സിൽ ശിവപാർവതിമാരെ സങ്കല്പിച്ച് ജപിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. നിത്യേന ചെയ്യുക. ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. ഇനിയും ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ എല്ലാ നമ്മളിലേക്ക് വരുന്ന എല്ലാ തിന്മകളെയും ഭഗവാൻ മാറ്റും. തിന്മകളെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചുമ്മാ നടന്നാലും നമുക്ക് ഒരു വണ്ടി ഓടിച്ച് നമ്മൾ ശരിക്കും എതിരെ വരുന്നവൻ ചിലപ്പം മദ്യപിച്ചോ അല്ലെങ്കിൽ ലഹരിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞു നമ്മളെ ഇടിച്ചാൽ വല്ലതും ചെയ്യാൻ പറ്റുമോ? നമ്മൾ എത്ര സമർത്ഥനാണേലും എത്ര ശ്രദ്ധിച്ച് ഓടിച്ചാലും പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് തിന്മകൾ നമ്മൾക്കെതിരെ വരുന്ന ഒരു കാലഘട്ടമാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അത് ഏത് വിധേനയും വരാം. ചിലപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ രൂപത്തിലായിരിക്കും ഒരു കുഴി കൊണ്ട് ചാടിക്കുന്നത്. ഇന്ന ബിസിനസ് നീ ചെയ്യേ, ആ ബിസിനസ്സിൽ പണം മുടക്ക്. ഒരു കൂട്ടുകാരൻ്റെ രൂപത്തിലായിരിക്കും വരുന്നത്. പണം മുടക്കി പാപ്പരായി ഒരു ഗതിയില്ലാതെ ആയ എത്ര പേരുണ്ട്. അല്ലെങ്കിൽ മോശമായ ഒരു റിലേഷനായിട്ടായിരിക്കും വരുന്നത്. നമുക്ക് അനുയോജ്യമല്ലാത്ത ഒരു റിലേഷനാണ്. പക്ഷെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരുന്ന ജീവിതത്തിൽ എന്നും മനസ്സിന് ടെൻഷനും ഒക്കെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഏത് രൂപത്തിലാണേലും നമുക്ക് എപ്പോഴും ഈ നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതുപോലെ തന്നെ ദൃശ്യവും അദൃശ്യവുമായ ശക്തികളെ നമ്മൾ എതിരിടുന്നത്. നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്ന
നമ്മളെ എതിർക്കുന്ന ശക്തികളുണ്ട്. നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത നെഗറ്റീവ് എനർജികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. രണ്ടിനോടുമാണ് നമ്മൾ എതിരിടുന്നത്. അപ്പം എന്തു തന്നെ ആയാലും നമുക്കെതിരെ വരുന്ന നമുക്ക് ദോഷകരമായ പ്രവർത്തനങ്ങൾ എന്തു തന്നെയാണേലും ദൃശ്യമോ അദൃശ്യമോ ആയാലും ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും. അത് നമുക്ക് നല്ലത് മാത്രമേ വരുന്ന രീതിയിൽ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും. പറയാൻ മനസ്സിലായി? ഈ മന്ത്രം ജപിക്കുന്നവർക്ക് ഭഗവാൻ അത് നമുക്ക് നല്ലത് മാത്രമാക്കി തീർക്കും. നമുക്കെതിരെ വരുന്ന നമ്മളെ തകർക്കുന്ന ഏത് പ്രവർത്തനങ്ങളെയും അല്ലെ ഏത് ആളുകളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളെയും ഭഗവാൻ നമ്മളെ സംരക്ഷിച്ച് നമുക്ക് അനുകൂലമാക്കി മാറ്റി തരുമെന്നുള്ളതാണ്. എത്ര വലിയ സമയദോഷങ്ങളെ, അതായത് ശത്രുദോഷങ്ങളെ വരെ ഇല്ലാതാക്കാനുള്ള ശക്തി ഭഗവാനുണ്ട്, ഈ മന്ത്രത്തിനുണ്ട്. ഈ മന്ത്രം ചൊല്ലുന്നവനെ ഭഗവാൻ, ചൊല്ലുന്നവരാരായിക്കോട്ടെ, അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ രുദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വേരുകളിൽ നിന്ന് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ എന്നാണ് രുദ്രൻ എന്ന് പറഞ്ഞാൽ. ഈ മന്ത്രം ഓം നമോ ഭഗവതേ രുദ്രായ എന്ന. രുദ്രൻ എന്ന് പറഞ്ഞാൽ വേരുകളിൽ നിന്ന് ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ, അതാണ് രുദ്രൻ. അപ്പോൾ ആ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നവൻ. അപ്പം നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ അതിൻ്റെ മൂല കാരണത്തിൽ പോയി അതിൽ ഇല്ലാതാക്കി നിങ്ങളെ ഭഗവാൻ സംരക്ഷിക്കും. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതെല്ലാം നല്ല കാര്യങ്ങളായിരിക്കും. ഇനി മോശം കാര്യങ്ങൾ വന്നാലും ഭഗവാൻ അത് നല്ലതാക്കും എന്നുള്ളതാണ്. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഭഗവാനെ വിളിച്ചാൽ മതി. പിന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നന്മ ഉണ്ടായിരിക്കുക, നല്ലത് ചെയ്യുക, അത്രയേ ഉള്ളൂ. എപ്പോഴും നന്മ ചിന്തിക്കുക. ഇനിയും ഭഗവാനെക്കുറിച്ച് ഈ ഭഗവാൻ ശ്മശാനവാസിയാണെന്ന് പറയുന്നുണ്ട് അല്ലേ? ശരിയാണ്, ശ്മശാനവാസിയാണ്. ശ്മശാനം എന്ന് വെച്ചാൽ അറിയാമല്ലോ, ആളുകളെ മരിച്ചു കഴിഞ്ഞുകൊണ്ട് ശവദേഹങ്ങളൊക്കെ ഈ ശവങ്ങളൊക്കെ ദഹിപ്പിക്കുന്ന സ്ഥലമാണ് ശ്മശാനം. ശ്മശാനവാസിയാണ്. പക്ഷെ അതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? നിങ്ങളുടെ ഉള്ളിലെ അകത്തെ ഞാനെന്ന അഹംബോധം, ഞാനെന്ന അഹങ്കാരം, ആ ഞാനെന്നുള്ള അഹത്തെ കരിക്കുന്ന അവസ്ഥ, അതായത് ഞാനെന്നുള്ള അഹത്തെ കരിച്ച് ഇല്ലാതാകുക എന്ന് വെച്ചാൽ എൻ്റെ അഹങ്കാരം ഇല്ലാതാകുന്ന അവസ്ഥ. ആ അവസ്ഥയാണ് ശ്മശാനവാസിയായ ഭഗവാനെ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരത്തെ ഭസ്മീകരിച്ച് നിങ്ങളെ ആ ശുദ്ധബോധമാക്കുന്ന അവസ്ഥ, അതാണ് ശ്മശാനവാസിയായ ഭഗവാനെ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഇനിയും ഭഗവാനെ നീലകണ്ഠൻ എന്ന് വിളിക്കുന്നുണ്ട്. നീലകണ്ഠൻ എന്ന് വെച്ചാൽ ഭഗവാൻ കാളകൂട വിഷം വിഷം കുടിച്ചു കഴിഞ്ഞ് തൊണ്ടയിൽ അത് നിർത്തുകയാണ്. അപ്പം തൊണ്ടയിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാക്കിൽ നിയന്ത്രണം ഉണ്ടാകുന്നവൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ഈ മന്ത്രം ജപിക്കുന്നവന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അവൻ്റെ വാക്കുകളിലും പ്രവർത്തികളിലും എല്ലാം ഒരു നിയന്ത്രണം ഉണ്ടാകും. അപാരമായ ഒരു ശക്തി ഉണ്ടാകും അവൻ്റെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും ഒക്കെ. മനസ്സിലായല്ലോ? ഇനിയും പറയാൻ പോകുന്ന ഭസ്മമാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. ഭസ്മം എന്ന് വെച്ചാൽ എന്താണ്? ശുദ്ധീകരിക്കുന്ന അവസ്ഥ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ചിന്തകളെ ഒക്കെ ശുദ്ധീകരിക്കുന്ന അവസ്ഥയാണ് ഭസ്മം. ശുദ്ധമായ അവസ്ഥ നമ്മളിൽ ഉണ്ടാക്കും എന്നാണ് ഭസ്മത്തെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു മിനിറ്റെങ്കിലും നമ്മൾ ദിവസവും കണ്ണടച്ച് ഒരു ചിന്തയുമില്ലാതെ ശൂന്യതയെ ധ്യാനിക്കണം. ആ ശൂന്യതയെ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ശിവബോധം ഉണ്ടായി വരും. ഒന്നുമില്ലായ്മ, അതാണ് ശിവൻ. നിങ്ങൾ ഒരു മിനിറ്റെങ്കിലും ദിവസവും രാവിലെ കണ്ണടച്ച് ഒന്നുമില്ലായ്മ, ഒരു ചിന്തയില്ലാതിരിക്കണം. ഒരു ചിന്തയും ഇല്ലാതിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് ശൂന്യത. അപ്പം ശൂന്യത എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ചിന്തയില്ലാത്ത അവസ്ഥ എന്നാണ്. അങ്ങനെ ഇരിക്കുക. അപ്പം മനസ്സിൽ ആ ഒരു ഒന്നുമില്ലായ്മ അനുഭവപ്പെടും. ആ അവസ്ഥ ശുദ്ധമായ ബോധമാണ്. അവിടെ അഹങ്കാരമില്ല, അഭിമാനമില്ല, പൊങ്ങച്ചമില്ല, അതുപോലെ ആഗ്രഹങ്ങളില്ല, അത്യാർത്ഥികളില്ല, ഒന്നുമില്ല. ഞാനെന്നുള്ള ചിന്ത പോലും ഇല്ല. ആ അവസ്ഥയാണ് ശിവോഹം. ആ അവസ്ഥയാണ് ശിവോഹം. അതാണ് ശിവൻ. അത് ആർക്കും ചെയ്യാം, ആർക്കും ആ അവസ്ഥ അനുഭവിക്കാം. നിങ്ങളുടെ ഉള്ളിലെ ആ ഭഗവാനെ, നമ്മുടെ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നമ്മുടെ പിണ്ടത്തിലുമുണ്ട്. നമ്മുടെ ഉള്ളില് ആ ശിവനെ നമുക്ക് അനുഭവിക്കാം. അത് ശിവബോധമാണ്, ശിവോഹമാണ്. ഭയങ്കര സുഖമാണ് കേട്ടോ ആ ഒരു അവസ്ഥയ്ക്ക്. നമ്മൾ ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ ദിവസം ചെയ്യുക. പിന്നെ എപ്പം വേണേലും ഒരു മിനിറ്റ് കൂടുതൽ ഇരിക്കുക, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. എപ്പം വേണേലും ചെയ്യാം. കണ്ണടച്ച് ഒരു ചിന്തയില്ലാതിരിക്കുക.
കണ്ട് ഞാൻ തന്നെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആ എൻ്റെ ഒരു ആ ഫീലിംഗ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര സന്തോഷമാണ് ഉള്ളിൽ, ഒരു ചിന്തയില്ലാതിരിക്കുക. ആ ചിന്താശൂന്യമായ അവസ്ഥ, അവിടെ ഒന്നുമില്ല, അവിടെ സമയമില്ല, കാലമില്ല, ഞാനില്ല, എൻ്റെ വിഷമങ്ങളില്ല, എൻ്റെ അഹങ്കാരങ്ങളില്ല, എൻ്റെ ചിന്തകളില്ല, ഒന്നുമില്ലായ്മയാണ്. അതാണ് ശിവബോധം. ഇതാർക്കും ചെയ്യാം, ചെയ്യുന്നവർ മാത്രമേ അറിയത്തുള്ളൂ. ശിവബോധം അതാണ് ശിവോഹം. ആ ശിവോഹമാണ് നിന്റെ ഉള്ളിലുള്ള ആ ശൂന്യമില്ലാത്ത അവസ്ഥയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കുള്ളിലുമുള്ള ആ ബോധം, ആ ചൈതന്യം. അതാണ് അണ്ടത്തിലുള്ളതല്ല, അണ്ടം പ്രപഞ്ചം, പിണ്ടം നമ്മുടെ ഉള്ളിലെ ആ ഉള്ളിലെ നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥ. അണ്ടത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാം നമ്മുടെ ഉള്ളിലും ഉണ്ട്. ആ ശൂന്യാവസ്ഥ അല്ലെ, ആ ശൂന്യമായ ബോധം, ആ ചൈതന്യം നമ്മുടെ ഉള്ളിലും ഉണ്ട്, പ്രപഞ്ചത്തിലും ഉണ്ട്. അണ്ടത്തിലുള്ളതെല്ലാം പിണ്ടത്തിലും ഉണ്ടെന്ന് പറയുന്ന കാര്യമാണ്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നമ്മുടെ ഉള്ളിലും ഉണ്ട്. ഇതിങ്ങനെ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഉള്ളിലെ ചക്രാസിനെ ശുദ്ധീകരിക്കും. മൂലാധാരം, മണിപൂരകം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഈ 6 ചക്രാസിനെയും ശുദ്ധീകരിക്കും. 6 ചക്രാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളില്, ഇപ്പം നമ്മുടെ വെളിയില്, ഭൂമിയില്, നമ്മുടെ വെളിയില് ചൂടുണ്ട്, കാറ്റുണ്ട്, വെള്ളമുണ്ട്. ഭൂമി, ജലം, അഗ്നി, വായു എല്ലാം വെളിയിലുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലും ഉണ്ട്. ഭൂമി തത്വം എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ ആ ഭൂമി തത്വം ഉണ്ട്. നമ്മുടെ എല്ലാം ആ ഒരു ഭൂമി തത്വം തന്നെയാണ്. ജലമുണ്ട്, നമ്മുടെ ഉള്ളിൽ വിയർക്കുമ്പോൾ വെള്ളം വരുന്നു, നമ്മുടെ ഉള്ളിൽ ജലമുണ്ട്. അഗ്നി, നമുക്ക് ശരീരം ചൂടാവും, ആ താപം ഉണ്ടാകും, അഗ്നിയുണ്ട്. വായു, നമ്മുടെ ഉള്ളിൽ വായു ഉണ്ട്. ഇതെല്ലാം പ്രപഞ്ചത്തിലും ഉണ്ട്. നമ്മുടെ ഉള്ളിൽ ആകാശമുണ്ട്, സ്പേസ് ഉണ്ട്, പ്രപഞ്ചത്തിലും ഉണ്ട്. ഈ പഞ്ചഭൂതങ്ങളെല്ലാം ഉള്ളിലുണ്ട്. അണ്ടത്തിലുള്ളതെല്ലാം പിണ്ടത്തിലും ഉണ്ട്. നമ്മുടെ പിണ്ടം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലും ഉണ്ട്. അണ്ടം എന്ന് വെച്ചാൽ പ്രപഞ്ചം. അണ്ടത്തിലുള്ളതെല്ലാം നമ്മുടെ പിണ്ടത്തിൽ നമ്മുടെ ശരീരത്തിലും ഉണ്ട്. ആ ശരീരത്തിലുള്ള ഈ ഊർജങ്ങളുടെ എല്ലാം എനർജി, 6 എനർജി കേന്ദ്രങ്ങളിലാണ് ഇതിൻ്റെ എല്ലാം ആ ഊർജങ്ങൾ ഇരിക്കുന്നത്. അതിൽ ഏറ്റവും നട്ടെല്ലിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ളത് മൂലാധാരം എന്ന് പറയും. അവിടെയാണ് ആ മൂലാധാരത്തിൽ ഭൂമി തത്വമാണ്. മൂലാധാരം കഴിഞ്ഞ് നട്ടെല്ലിൻ്റെ മുകളിലായിട്ട്, നട്ടെല്ലിൽ തന്നെ മൂലാധാരത്തിന് മുകളിലായിട്ട് സ്വാധിഷ്ഠാന ചക്രം ജലതത്വമാണ്. പിന്നെ പുക്കൽക്കൊടിക്ക് മുകളിലായി നട്ടെല്ലിൽ തന്നെ മണിപൂരക ചക്രം ആഗ്നേയ തത്വമാണ്. പിന്നെ ഹൃദയത്തിനുള്ളിൽ നട്ടെല്ലിൽ തന്നെ അനാഹത ചക്രം, അനാഹതം എന്ന് വെച്ചാൽ വായുവാണ്. പിന്നെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴിക്കുള്ളിൽ, അല്ല ആ നട്ടലിൽ തന്നെ ആ തൊണ്ടക്കുഴിക്കുള്ളിലുള്ള ഭാഗം, അത് വിശുദ്ധി എന്ന് പറഞ്ഞാൽ ആകാശതത്വമാണ്. പിന്നെ ആജ്ഞയിലേക്ക് പോകുന്നു. ആജ്ഞ എന്ന് പറഞ്ഞാൽ അത് ആ ശുദ്ധമായ ബോധമാണ്. അപ്പം ഈ 6 ഊർജ കേന്ദ്രങ്ങളും എല്ലാം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അത് ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കർമ്മഫലങ്ങൾ, കർമ്മദോഷങ്ങളെല്ലാം ഇല്ലാതാവും. ഈ ശിവോഹത്തെ അനുഭവിക്കുമ്പോൾ നമുക്ക് ഈ പക്ഷിമൃഗാദികൾക്ക് ആഹാരം കൊടുക്കാൻ തോന്നും, ഈ ചെടികളെ പരിപാലിക്കാൻ തോന്നും, മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നും. അഹങ്കാരം തോന്നത്തില്ല, പൊങ്ങച്ചം പറയത്തില്ല, ആരെയും കളിയാക്കത്തില്ല, ആരുടെയും പ്രശ്നത്തിൽ ആവശ്യമില്ലാതെ ഇടപെടത്തില്ല. നമുക്ക് ആ ഈശ്വര്യമായ ഗുണങ്ങൾ ഉണ്ടായി തുടങ്ങും. നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയമുണ്ടാകും. തൊഴിലുകളിൽ വിജയമുണ്ടാകും, സമ്പത്തുണ്ടാകും. നമ്മൾ അതിൻ്റെ ഒരു ഭാഗം ചാരിറ്റിക്കും ചെലവഴിക്കും. എല്ലാവരോടും സ്നേഹമായിരിക്കും. എല്ലാവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ബഹുമാനിക്കും. അഹങ്കാരം എന്നുള്ള ചിന്ത ഉണ്ടാകത്തില്ല, അഭിമാനം ഉണ്ടാകത്തില്ല. ഏറ്റവും പുണ്യമായ ഒരു ജീവിതം ഉണ്ടായി വരും. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇനിയും ശിവഭഗവാനെ വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ പാർവതി ദേവിയെ വിളിക്കണം, എന്നിട്ടേ ശിവഭഗവാനെ വിളിക്കാവുള്ളൂ. അപ്പൊ ഈ പാർവതി ദേവിയെ വിളിച്ചിട്ടേ ശിവഭഗവാനെ വിളിക്കാവുള്ളൂ. അതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ദേവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലനം, ശക്തിയാണ്. പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ശക്തിയാണ് ദേവി. ഈ ചലനത്തിന്റെ ഉള്ളിൽ ഒരു നിശ്ചലാവസ്ഥയുണ്ട്, ചലനത്തെ നിയന്ത്രിക്കുന്ന, അത് ശിവനാണ്. ശിവൻ എന്ന് വെച്ചാൽ നിശ്ചലാവസ്ഥ, ദേവി എന്ന് വെച്ചാൽ ചലിക്കുന്ന അവസ്ഥ. ഈ പ്രപഞ്ചത്തിലെല്ലാം ചലനമാണ്, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുക. അനുനിമിഷം ഈ പ്രപഞ്ചത്തിലെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ ചലനം ദേവിയാണ്. ഇനി ഈ ചലനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന, ചലനങ്ങൾക്കുള്ളിലുള്ള ഒരു നിശ്ചലാവസ്ഥയുണ്ട്, ഒരു കേന്ദ്രം, അതാണ് ശിവൻ. അപ്പൊ ഈ ചലനത്തെ അറിഞ്ഞാലേ ആ നിശ്ചലാവസ്ഥയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ 1-ാം ക്ലാസ്സിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ 10-ാം ക്ലാസ്സിലോട്ട് എത്തത്തുള്ളൂ. ആദ്യമേ 10-ാം ക്ലാസ്സിൽ എത്താൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഈ ചലനാവസ്ഥയെല്ലാം അനുഭവിച്ച് കഴിയുമ്പോഴേ നിശ്ചലാവസ്ഥയെക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ, അല്ലെ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ അത് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ദേവിയെ അറിഞ്ഞിട്ടേ ശിവനെ അറിയാവുള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദേവിയെ ആദ്യം വിളിക്കണമെന്ന് പറയുന്നത്, എന്നിട്ടേ ശിവനെ വിളിക്കാവുള്ളൂ. അപ്പം ആ ദേവിയെ വിളിക്കാൻ ഒരു മന്ത്രമുണ്ട്, 2 മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രം ജപിച്ച് ദേവിയെ വിളിക്കണം. ആ മന്ത്രം ജപിച്ച് ദേവിയെ വിളിച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ പല ശക്തികളും ഉണരാൻ തുടങ്ങും, ദിവ്യമായ അനുഗ്രഹങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ദാരിദ്ര്യമേ ഉണ്ടാവുകയില്ല. സർവ ഐശ്വര്യം, സർവ വിജയം, ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയം, ഐശ്വര്യം, സമ്പത്ത് ഒക്കെ ഉണ്ടായി വരും. ദാരിദ്ര്യമേ ഉണ്ടാകത്തില്ല. ആ 2 മന്ത്രം കൂടെ പറഞ്ഞു തരാം. അപ്പം ദേവിയെ വിളിക്കണം. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, ഓട്ടോ ഓടിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പലപ്പോഴും പോകുമ്പോൾ വഴി വെച്ചൊക്കെ പലരും കാണാറുണ്ട്. പക്ഷെ എനിക്ക് അവരെ അറിയത്തില്ലെങ്കിൽ അവർക്ക് എന്നെ അറിയാം, എന്നോട് സംസാരിക്കും, വലിയ സന്തോഷമാണ്. അതുപോലെ റെസ്റ്റോറൻറ്റ് നടത്തുന്നവരുണ്ട്, അതുപോലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അതുപോലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുമുണ്ട്. അപ്പം ഇവരുടെ എല്ലാം ഈ ഇപ്പം ഒരാൾക്ക് ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഓട്ടോ ഓടിയിട്ട് വേണം ഒരു കുടുംബം ജീവിക്കാൻ. ഓരോരുത്തരും ജോലി ചെയ്യുന്ന ഓരോ കുടുംബം പുലർത്താൻ വേണ്ടിയാണ്. അപ്പം എല്ലാവർക്കും ഈ ദേവിയുടെ ദാരിദ്ര്യം മാറ്റുന്ന, പാർവതി ദേവിയുടെ ദാരിദ്ര്യം മാറ്റുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ശക്തികളെ, ദിവ്യമായ ശക്തികളെ ഉണർത്തുന്ന, നിങ്ങളെ ഏത് കാര്യങ്ങളെയും വിജയം നേടിത്തരുന്ന 2 മന്ത്രം ഞാൻ പറഞ്ഞുതരാം. അത് ജപിച്ചിട്ട് ഈ ഓം നമോ ഭഗവതേ രുദ്രായ സർവജന വശ്യകരായ കുരു കുരു സ്വാഹ എന്നുള്ള മന്ത്രം ജപിക്കാവുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞുതരാം. ആ മന്ത്രം ഇതാണ്, ഞാൻ ഇപ്പോൾ ജപിക്കാം. കൂടാതെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ എഴുതിയിടാം, അതോട് നോക്കിയിട്ട് ജപിക്കാവുള്ളൂ. ഓം നമോ ഭഗവതേ ജഗത് പ്രസൂന്യേ നമ. ഓം ഹ്രീം അന്നപൂർണായേ സ്വാഹ. ഈ 2 മന്ത്രങ്ങളും ജപിക്കണം. ഈ 2 മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു രീതി ജപിക്കണം. ദേവിയെ ശിവപത്നിയായിട്ടും ജഗത് ജനനിയായിട്ടും മനസ്സിൽ പാർവതീദേവി അമ്മ ഞാൻ സ്മരിക്കുന്നു എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ഓം നമോ ഭഗവതേ ജഗത് പ്രസൂന്യേ നമാന്ന് ജപിക്കണം. അതായത് ശിവഭക്തിയായിട്ടും ജഗത് ജനനിയായിട്ടും അമ്മയെ ഞാൻ മനസ്സിൽ സ്മരിക്കുന്നു എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ഈ മന്ത്രം ജപിക്കുക. അപ്പം അതായത് ജഗത് പ്രസൂന്യ എന്ന് പറഞ്ഞാൽ ജഗത്തിനെ, ലോകത്തെ സൃഷ്ടിച്ചവൾ അമ്മ പാർവതി ദേവി. മനസ്സിലായോ? മാത്രമല്ല അമ്മയ്ക്ക് അങ്ങനെ അമ്മയെ സ്മരിച്ചിട്ട് ഈ മന്ത്രം ജപിച്ചാൽ ഭാഗ്യം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. നിങ്ങൾ ഏത് തൊഴിലിനിറങ്ങി പുറപ്പെട്ടാലും നിങ്ങൾക്കത് വിജയമുണ്ടാകും. സമ്പത്ത് വരും, ഐശ്വര്യം വരും, സമാധാനം വരും, സന്തോഷം വരും, ദുരിതങ്ങൾ മാറി നിൽക്കും, ഭാഗ്യമുണ്ടാകും, സന്തോഷവും ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടാകും. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ദിവ്യമായ ശക്തികൾ, അനുഗ്രഹങ്ങൾ ഉണരാൻ തുടങ്ങും. അതാണ് ഈ മന്ത്രത്തിന് ഏറ്റവും വലിയ രഹസ്യം. നമ്മുടെ ഉള്ളിൽ അനന്തമായ ശക്തിയുണ്ട്, നമ്മളുടെ മനസ്സിന് അനന്തമായ പവറുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലെ ആ മനസ്സിൻ്റെ ശക്തി, ആ ദൈവികമായ ശക്തികളൊക്കെ ഉണരാൻ തുടങ്ങും. ദിവ്യമായ ആ ഒരു പല അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടും. അതാണ് ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. ഇനിയും ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞ് പാർവതി ദേവി ശിവഭഗവാന് അന്നദാനം വിളമ്പുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അടുത്ത മന്ത്രം ജപിക്കണം. ഓം ഹ്രീം അന്നപൂർണായേ സ്വാഹ എന്ന് ജപിക്കണം. ഒരിക്കലും അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. ഇതെല്ലാം വാഗൊണ്ടാണ് ജപിക്കേണ്ടത്. രാവിലെ ശിവന്റെയും പാർവതിയുടെയും ഫോട്ടോയുടെ മുന്നേ നിന്ന് ആദ്യം ഓം നമോ ഭഗവതേ ജഗത് പ്രസൂന്യേ നമാന്ന് ജപിക്കണം, വാഗൊണ്ട്. അത് ജപിക്കുന്നതിന് മുമ്പ് പാർവതീദേവിയെ ശിവഭക്തിയായിട്ടും ജഗത് ജനനിയായിട്ടും സങ്കല്പിക്കുന്നു എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ആ മന്ത്രം ജപിക്കണം. അതിനുശേഷം പാർവതി ദേവി ശിവഭഗവാന് ആഹാരം വിളമ്പുന്നതായി സങ്കല്പിച്ച് ഓം ഹ്രീം അന്നപൂർണേ ഒന്നുകൂടെ പറയാം, ഓം ഹ്രീം അന്നപൂർണായേ സ്വാഹ എന്ന് വാഗൊണ്ട് ജപിക്കണം. അതിനുശേഷമാണ് ഓം നമോ ഭഗവതേ രുദ്രായ എന്നുള്ള മന്ത്രം ജപിക്കേണ്ടത്.
ഇനി ഓരോ തവണയോ അല്ലെങ്കിൽ 3 തവണയോ രാവിലെ ശിവപാർവതിമാരുടെ ഫോട്ടോയുടെ മുന്നേ ജപിക്കുക. പിന്നെ വൈകിട്ടും ജപിക്കുക ഫോട്ടോയുടെ മുന്നേ നിന്ന്. ഇത് ഏത് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ ഒക്കെ തിരിഞ്ഞ് ജപിക്കുക, അതിനകത്തൊന്നും കുഴപ്പമില്ല. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഈ മന്ത്രങ്ങൾ ശിവപാർവതിമാരെ സങ്കല്പിച്ച് ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ആവർത്തിക്കണം. അപ്പോഴത് ശരിക്കും ഫലം ഉണ്ടാകുന്നത്. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോലിക്കടയിലോ അല്ലെങ്കിൽ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഇരുന്നുകൊണ്ടോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നുമല്ല, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ പാർവ്വതീദേവിയെയും ശിവഭഗവാനെയും ഞാനീ പറയുന്ന രീതിയിൽ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ മനസ്സിൽ ജപിക്കണം പല തവണ. അപ്പോഴത് പൂർണ്ണ ഫലം ഉണ്ടാകുന്നത്. അപ്പം ഓം ഹ്രീം അന്നപൂർണായേ സ്വാഹ ഈ മന്ത്രം ജപിക്കുമ്പം ശിവഭഗവാന് പാർവ്വതീദേവി അന്നദാനം ആഹാരം വിളമ്പുന്നതായിട്ട് സങ്കല്പിച്ച് ജപിക്കണം. ഒരിക്കലും അവർക്ക് അഹങ്കാരം ഒരിക്കലും അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. അവർക്ക് ഒരിക്കലും ഈ ഞാനെന്നുള്ള ഒരു അഹങ്കാരം, പൊങ്ങച്ചം, അല്ലെങ്കിൽ മനസ്സിൽ ദുഷ്ടചിന്തകൾ, ഇതെല്ലാം അങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടാകത്തില്ല. മനസ്സിനെ ശുദ്ധീകരിക്കും. അതോടൊപ്പം അതിനുള്ള ഒരു ശക്തി ഹ്രീം എന്ന് പറഞ്ഞ ബീജത്തിനുണ്ട്, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ശക്തി. അവർക്കൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. ഞാനിത് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, സാധാരണക്കാരായവരുണ്ട്, നല്ല വലിയ സാമ്പത്തികമുള്ളവരുമുണ്ട്. അപ്പോൾ ഈ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി അന്നത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി കടകളിൽ നിൽക്കുന്നവരുണ്ട്, ഞാൻ പറഞ്ഞ ഓട്ടോ ഓടിക്കുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകരുത്, ഒരാൾക്കും ദാരിദ്ര്യം ഉണ്ടാകരുത്. അതിനുവേണ്ടി ഇത് പറഞ്ഞു തരുന്നത്. ഇനിയും നിങ്ങൾ ഈ മന്ത്രമൊക്കെ ജപിച്ച് നിങ്ങൾക്ക് സമ്പത്തും ഐശ്വര്യവും ഒക്കെ വരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാസത്തിൽ ഒരു ശനിയാഴ്ചയും പക്കനാളിനും ശിവക്ഷേത്രത്തിൽ പോയി പാർവതി ദേവിക്ക് പിൻവളക്കിന് രസീത് എടുക്കണം. പിന്നെ ശിവഭഗവാന് കുവളത്തിലർച്ചന, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയാർച്ചന, ഒരു പാൽപ്പായസം ഇത് സമർപ്പിച്ച് നന്ദി പറയണം ശിവനോടും പാർവതിയോടും. കേട്ടോ? അപ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. കാരണം ഇത് ചെറിയ അറിവുകളല്ല, ഇത് ചെറിയ കാര്യങ്ങളല്ല, ഇത് വലിയ കാര്യങ്ങളാണ്. ഇതെനിക്ക് പറയാൻ സാധിച്ചത് ആ അമ്മയുടെയും ഭഗവാന്റെയും കൃപ, കരുണ മാത്രമാണ്. ഞാൻ അവരുടെ പാദങ്ങളിൽ കൂടി തവണ പ്രണമിക്കുന്നു. കാരണം അത്ര അത്ഭുതകരമായ ജ്ഞാനമാണ് ഞാൻ ഇത്രയും നേരം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ശിവനെ കുറിച്ച്, ശിവൻ എന്ന് പറഞ്ഞാൽ ശിവനെ അനുഭവിക്കാനുള്ള വിദ്യ, ശിവനെ അറിയാനുള്ള വിദ്യ. ആ ഒന്നുമില്ലായ്മയെ ധ്യാനിച്ചിരിക്കുമ്പം തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ ചിന്തകളില്ലാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് ശിവനാണെന്നറിയുക, അത് ശിവബോധമാണെന്നറിയുക, അത് ലയിച്ച് അല്പനേരമെങ്കിലും ഇരിക്കുക. ദിവസവും എപ്പം വേണേലും ചെയ്യാം, ഒന്നിലധികം പ്രാവശ്യവും ചെയ്യാം. എത്ര സമയമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സമയം ചെയ്യാം. ഇതിൽ പകരം ദിവ്യാനുഭവം എന്താണ് വേണ്ടത്? നിങ്ങൾ ഭഗവാനെ അറിയുകയാണ് ഈ വീഡിയോയിലൂടെ, ദിവ്യാനുഭവം ഉണ്ടാകുകയാണ് നിങ്ങൾക്ക്. ഇത് ഒരിടത്തും ലക്ഷങ്ങൾ കൊടുത്താൽ കിട്ടുന്ന കാര്യമല്ല, എത്ര ജന്മങ്ങൾ അലഞ്ഞാലും കിട്ടുന്ന കാര്യമല്ല. ഇത് നിങ്ങൾ ഏതേതോ ജന്മത്തിൽ ചെയ്ത പുണ്യങ്ങളുടെ ഫലം കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണുന്നത്. ഇത് എൻ്റെ കഴിവല്ല, നിങ്ങളുടെയും കഴിവല്ല, പരമേശ്വരൻ്റെയും പരമേശ്വരിയുടെയും കരുണ മാത്രമാണ്, വേറൊന്നുമല്ല. ഞാനിത് ഈ വീഡിയോയിലെ ഓരോ മന്ത്രം പറയുമ്പോൾ ഞാൻ കൈകുപ്പിക്കൊണ്ടാണ് പറഞ്ഞത്. കാരണം അത്ര ദിവ്യമായ എത്ര ലക്ഷങ്ങൾ ഈ ഭൂമി, എത്ര ലക്ഷങ്ങൾ ജനിച്ചു മരിച്ചാലും, എത്ര ജന്മങ്ങൾ എടുത്താലും കിട്ടാത്തൊരറിവാണിത്. ഇതറിയുന്നവൻ, ഇതറിയുന്ന ആരും ഭഗവാന് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അതുപോലെ ആ ഓം നമോ ഭഗവതേ രുദ്രായ എന്നുള്ള മന്ത്രം ജപിക്കുന്നവരാരായാലും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. അങ്ങനെയുള്ളൊരു ദിവ്യമായ കാര്യമാണ് ഞാനീ പറഞ്ഞു തരുന്നത്. ഇതുപോലെ ഈ ലോകത്താരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. കാരണം ഇതൊക്കെ പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ജീവിത നിയോഗം. ആ ഭഗവാൻ ഈ നിമിഷം എൻ്റെ സൃഷ്ടിയല്ല, ഇത് ഭഗവാന്റെ സൃഷ്ടിയാണ്. ഈ നിമിഷം ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാന്റെ മുന്നേ എന്നാണ് പറയുന്നത്, ഈ പാദങ്ങളെ തൊട്ടാ പറയുന്നത്, അതിനപ്പുറത്തൊരു കാര്യമില്ല. ഈ നിമിഷം ഭഗവാന്റെ സൃഷ്ടിയാണ്. ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ശിവബോധത്തെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ദിവ്യമായ ജ്ഞാനം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, അത് ഭഗവാൻ സൃഷ്ടിച്ച നിമിഷമാണ്, ഭഗവാന്റെ ഇച്ഛയാണല്ല. ഇത് എനിക്ക് യാതൊരു അറിവുമില്ല, എനിക്ക് യാതൊന്നും അറിയത്തുമില്ല. നിങ്ങളുടെ പുണ്യം കൊണ്ടാണ് നിങ്ങളിത് കാണുന്നത്.
അതുകൊണ്ട് നിങ്ങളെയും ഞാൻ വന്ദിക്കുന്നു. കാരണം നിങ്ങളുടെ പുണ്യം ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ കാണുന്നവർ, അവരെയും ഞാൻ വന്ദിക്കുന്നു. തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ടാണ് വന്ദിക്കുന്നത് എല്ലാവരെയും. കാരണം ഇത് എത്ര ദിവ്യമായ ഒരു മുഹൂർത്തമാണ്. ഈ വീഡിയോ എത്ര പേരിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആളുകൾ നിസ്സാരമായിട്ട് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടാം. അതിലൊന്നും എനിക്ക് വിഷമമില്ല. കാരണം വിഷമമില്ലാത്ത അവസ്ഥയല്ലേ ഇപ്പം ഇരിക്കുന്നത്. ആ ശൂന്യതയെ ഞാൻ അനുഭവിക്കുകയാണ്. ആ ശിവോഹത്തെ ഞാൻ അനുഭവിക്കുകയാണ്. പിന്നെ എനിക്കൊന്നിനും വിഷമമില്ല, സന്തോഷവും ഉള്ളൂ. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എപ്പോഴും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ അറിവ് നിങ്ങളുടെ ഉള്ളിൽ എന്നെന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്നും നന്മയുള്ളവരാകട്ടെ. നിങ്ങളുടെ ആത്മാവിന് ഈശ്വരനെ അറിയാൻ, ഭഗവാനെ അറിയട്ടെ, ഭഗവതിയെ അറിയട്ടെ. നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രവർത്തികളിൽ നന്മയുണ്ടാകുക. ഇത് ലോകരക്ഷയ്ക്കായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരുപാട് ആത്മാക്കൾ ഭൂമിയിൽ ശരീരത്തിൽ പിറവിയെടുത്ത് അവരുടെയൊക്കെ ശുദ്ധീകരണം, അവരൊക്കെ ഈശ്വരനെ അറിയാനും അവരുടെ ജീവിതത്തിലെ കഷ്ടകാലങ്ങൾ മാറാനും ദുരിതങ്ങൾ മാറാനും ദുഷ്ടശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഈ വിദ്യ അവർക്ക് ഉപകരിക്കും. ഈ രഹസ്യജ്ഞാനം അവർക്ക് ഉപകരിക്കും. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ആദ്യം പറയണമെന്ന് വിചാരിച്ച, പക്ഷെ മറന്നുപോയി. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഓരോ നക്ഷത്രക്കാരും ചില ക്ഷേത്രങ്ങളിൽ പോയാൽ പെട്ടെന്ന് രക്ഷപ്പെടും, അങ്ങനെയുള്ളത്. അപ്പോൾ അത് രക്ഷപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ പലരും അത് കണ്ടിട്ടില്ല. കാരണം രക്ഷപ്പെട്ടു പോയാൽ എന്നാ ചെയ്യും? ആർക്കും ഈ രക്ഷപ്പെടുന്ന ഇഷ്ടമല്ലല്ലോ. ഒന്നുകിൽ വലിയ ലക്ഷങ്ങൾ മുടക്കിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ജീവിതം മുഴുവൻ അലഞ്ഞു നടക്കുന്ന കാര്യങ്ങളോ ഒക്കെ അവർക്ക് ഇഷ്ടം. അപ്പം നല്ല കാര്യം ചെയ്ത് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ അധികം ആരും കണ്ടിട്ടില്ല. പക്ഷേ അതൊന്നും കുഴപ്പമില്ല. എനിക്ക് അതിനകത്തൊന്നുമില്ല. എനിക്ക് സന്തോഷമുള്ളൂ. എൻ്റെ മുഖം കണ്ട് നിങ്ങൾക്ക് അറിയാം, ഞാൻ ആ ശിവോഹത്തെ അനുഭവിക്കുകയാണ്. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. കാണുന്നവർ കാണട്ടെ, അവരുടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പക്ഷെ അതിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഏത് ക്ഷേത്രത്തിൽ പോകണമെന്നുള്ളത് അത് സദയം ക്ഷമിക്കുക. അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല, അറിയാതെ വിട്ടുപോയതാണ്. എനിക്ക് വാട്സപ്പിൽ ഒരുപാട് പേര് അത് ചോദിച്ചു. ഞാൻ ചോദിച്ചവർക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചിലർ ചോദിക്കാത്തവരും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരികയാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ നിർബന്ധമായും പോയിരിക്കേണ്ടത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അതുപോലെ ഗുരുവായൂർ. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒക്കെ പോവുക. ആ ചൈതന്യത്തിന് അവരുടെ ജീവിതം മാറ്റാൻ പറ്റും. ആ മണ്ണിൽ കാല് കുത്തുമ്പോൾ അതിലൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ അത് പറഞ്ഞു തരുന്നത്. കാരണം അത് പറഞ്ഞു തരുമ്പോൾ ബാക്കിയും കൂടെ പറഞ്ഞു തരിക എന്നുള്ളതാണല്ലോ അതിൻ്റെ നീതി. ആ നീതിയാണല്ലോ ഈശ്വരൻ. അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞു തന്നത്. പലപ്പോഴും അത് മറന്നുപോയി. അത് കഴിഞ്ഞുള്ള പല വീഡിയോകളും കടന്നുപോയി. എന്നിട്ടും ഞാൻ ഈ കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതൊരു ദിവ്യ മുഹൂർത്തമായിരുന്നു. എനിക്കിപ്പോഴും ആ ഉള്ളിൽ ആ ഒരു ശിവോഹത്തിൻ്റെ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾക്കും അതുണ്ട്, നിങ്ങൾക്കും അത് കിട്ടിയിട്ടുണ്ട്, നിങ്ങളും ആ സന്തോഷം അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങളത് അറിയുന്നു. നമുക്കെല്ലാം ആ പരമേശ്വരനെയും പരമേശ്വരിയെയും സ്തുതിക്കാം. ഓം ശിവായ നമ യനവശിമാ മവയന ശിയനമവ വശിമയന. അമ്മേ പരമേശ്വരി, കോടി കോടി നന്ദി മഹത്വം. ശിവഭഗവാനെ, കോടി കോടി നന്ദി മഹത്വം. അഗസ്ത്യഗുരു, കോടി കോടി നന്ദി മഹത്വം. മുരുക 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 മുരുക. ശിവോഹം ശിവോഹം ശിവോഹം. ജഗത് സർവം ശിവോഹം. ജഗത് സർവം ശിവം എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലും ശിവോഹം, എൻ്റെ പുറത്തും ശിവോഹം. ശിവോഹമാണ് എല്ലാം. പിണ്ടത്തിലുള്ള എല്ലാം അണ്ടത്തിലുമുണ്ട്. നിന്റെ ഉള്ളിൽ നീ ആ ശിവോഹത്തെ അനുഭവിച്ചു കഴിയുമ്പോൾ അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ജീവജാലങ്ങൾക്കുള്ളിലുള്ള ആ ചൈതന്യം. പ്രപഞ്ചത്തെ നീ അനുഭവിക്കുകയാണ്. അതാണ് ഏറ്റവും രഹസ്യമായ ജ്ഞാനം. ഇതാണ് സത്യവിദ്യ, സത്യജ്ഞാനം. ഇതൊരാളുടെ പുറകെ ഒന്നും നടന്നാലും കിട്ടത്തൊന്നുമില്ല. ഇത് ഈശ്വരൻ നേരിട്ട്, ഈശ്വരൻ്റെ ഇച്ഛ കൊണ്ട് നേരിട്ട് ഈശ്വരൻ തരുന്ന പോലെ വിചാരിച്ചാൽ മതി. ഇത് ഞാനും നിങ്ങളും ആരുമല്ല. ഈശ്വരന് നന്ദി പറയുക. ഈ സെനിത്ത് പവർ പരമേശ്വര, ഭഗവാനെ, പരമേശ്വരി മനസ്സുകൊണ്ട് വിളിക്കുക. നന്ദി 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 മഹത്വം. കോടിക്കോടി നന്ദി. മുരുകാ, അഗസ്ത്യഗുരു, കോടിക്കോടി നന്ദി മഹത്വം. ഇവരെല്ലാം അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഈ നാവിൽ കൂടി ഇത് വരുന്നത്, നമ്മുടെ ചിന്തയെ കൂടി ഇത് വരുന്നത്.
ഇതാ പ്രപഞ്ചത്തിൽ നിന്ന് ആ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹമാണ്. എല്ലാവർക്കും നന്ദി, മഹത്വം. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.